Hello friends, welcome to the Back to Learn. Today we are discussing about Mathematics Class 11 Chapter 1 Set. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സെറ്റ്. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ആൻഡ് ക്വിക്ക് ലേണിംഗ് ചാപ്റ്റർ. വളരെ എളുപ്പമായ പാഠമാണ് സെറ്റ്. പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയുന്ന പാഠമാണ് സെറ്റ്. ഈ പാഠത്തു നിന്ന് ബോർഡ് എക്സാമിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്റർ ചെറുതായതുകൊണ്ട് കേരള എൻട്രൻസ് ജെഇ മെയിൻ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പറഞ്ഞു വരുന്നത് ഈ പാഠം അത്ര വലിയ ടഫൊന്നുമല്ല. എളുപ്പത്തിൽ പഠിക്കാനും പ്രോബ്ലംസ് എല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്യാനും കഴിയുന്ന പാഠമാണ് സെറ്റ്. ഈ ചാപ്റ്ററിൽ 10th സ്റ്റാൻഡേർഡിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നുമില്ല. എല്ലാം പുതിയ പുതിയ വേർഡ്സും ടെർമിനോളജീസുമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ കാണണം. ആദ്യമായിട്ട് സെറ്റ് എന്ന പാഠത്തിലെ സിലബസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് റോസ്റ്റർ ഫോം. Second one is set builder form. Third one is type of sets. അതിൽ പെട്ടതാണ് empty set, finite and infinite set, singleton set, power set, and next one is Venn diagram and open and closed intervals. ഞാൻ 2 വീഡിയോ ആണ് ഇടുക. ഒന്ന് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിലാണ് ഇടുക. അപ്പോൾ ഫസ്റ്റത്തെ 3 ഞാൻ പാർട്ട് 1 ചെയ്യും. രണ്ടാമത്തെ വെൻ ഡയഗ്രം ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലും പാർട്ട് 2 ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടയാളപ്പെടുത്തിയത് പാർട്ട് 1 രണ്ടാമത്തേത് പാർട്ട് 2 എന്ന വീഡിയോയിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഡെഫിനേഷൻ ഒന്ന് പറയാം സെറ്റിൻ്റെ. Set is a well-defined collection of distinct object. Set is a well-defined collection of object. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. സ്ത്രീകൾ ഉപയോഗിക്കുന്ന മാല, അത് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടോ? അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള ഈസ് എ സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സ് ഓഫ് ഇന്ത്യ, ഇതൊരു സെറ്റാണ്. കുറേ റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സെറ്റിലായിട്ട് ഇന്ത്യൻ്റെ റിവേഴ്സ് എല്ലാം ഒരു സെറ്റായിട്ട് വരും. അടുത്തത് നമുക്ക് മാത്തമാറ്റിക്സിലെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാലോ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ദ വൊവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. വൊവൽസ് എന്താ? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ വൊവൽസ് എന്ന് വെച്ചാൽ AEIOU. ഇനി സെറ്റിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. First one, the set is represented by a capital letters.
സെറ്റ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ എ, ഡി, എക്സ് എക്സെട്ര, വൈ എക്സെട്ര. ഇഷ്ടമുള്ള ഏത് ക്യാപിറ്റൽ ലെറ്ററും ആവാം. സെക്കൻഡ് വൺ ഈസ് ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ സ്മോൾ ലെറ്റർ എ, ബി, സി എക്സെട്ര. നെക്സ്റ്റ് അടുത്തത് ഗ്രീക്ക് ഒരു സിമ്പിൾ ഉണ്ട്, എപ്സലോൺ എന്ന് പറഞ്ഞിട്ട്. എപ്സലോൺ മീൻസ് ബിലോങ്സ് ടു എന്ന് അർത്ഥം വരും. അതായത് സെറ്റിൻ്റെ മെമ്പറാണോ അല്ലയോ എന്ന് നോക്കാൻ അങ്ങനെ എഴുതാം. ഇ എന്നുള്ളൊരു സിമ്പിൾ പോലെയാണ് എപ്സലോൺ. അങ്ങനെ ഇ എന്ന് കാണിക്കും. ഗ്രീക്ക് സിമ്പിളാണ് എപ്സലോൺ എന്ന് പറഞ്ഞിട്ട്. ഇനി കുറച്ച് നമുക്ക് മാത്തമാറ്റിക് എക്സാമ്പിൾസ് പറയാം സെറ്റിൻ്റെ. ഇത്രയും നമുക്ക് സാധാരണ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സ് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ n means natural number, the set of all natural numbers. അതൊരു സെറ്റാണ്. നാച്ചുറൽ നമ്പർ എല്ലാം ഒരു സെറ്റായിട്ട് വരും. ഉദാഹരണം, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1, 2, 3, 0 ഉൾപ്പെടുത്തൂല നാച്ചുറൽ നമ്പേഴ്സിൽ. അങ്ങനെ പോകും. സെക്കൻഡ് വൺ ഈസ് Z, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഓൾ ഇൻറ്റീജേഴ്സിൽ ഏതെല്ലാം വരും? -3, -2, -1, 0, 1, 2, 3. മൈനസ് അങ്ങനെ പോകും, 1, 2, 3 അങ്ങനെ പോകും. അപ്പോൾ ഇൻറ്റീജേഴ്സിൽ അങ്ങനെ വരും. നെക്സ്റ്റ് വൺ ഈസ് Q, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. That is P by Q, where Q not equal to 0 ആണോ? Q not equal to 0. -1/2, -1/4, -1, 0, 1, 2, 1/2, 1/4, etc. Fourth one is R, the set of all real numbers. Pi, √3, 1, 2 അങ്ങനെ പോകും. -√3, -0 അങ്ങനെ എല്ലാ നമ്പറും റിയൽ നമ്പേഴ്സാണ്. മെമ്പറാണോ മെമ്പർ അല്ലേ എന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് മെമ്പർ ഓർ നോട്ട് എ മെമ്പർ. A is equal to set of all even numbers. B is equal to 1, 7, 4, 9. Check member or not a member. മെമ്പറാണോ മെമ്പർ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ 2, 4, 6, 8 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബി എന്ന് വെച്ചാൽ 1, 7, 4, 9. അതിൽ മെമ്പറാണോ? അല്ല, നോട്ട് എ മെമ്പറാണ് ആൻസർ.
That means not belongs to A. B is not belongs to A. അങ്ങനെയും പറയാം. നെക്സ്റ്റ് നോക്കുന്നത് സെറ്റ് എങ്ങനെ മാത്തമാറ്റിക്കിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ്. ഹൗ ടു റെപ്രസെൻ്റ് എ സെറ്റ് ഇൻ മാത്തമാറ്റിക്സ്. ഫസ്റ്റ് വൺ ഈസ് റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. അതെന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് റോസ്റ്റർ ഫോമിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഡെഫിനേഷൻ ഈസ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. സെറ്റിൻ്റെ എല്ലാ എലമെൻസും ലിസ്റ്റ് ചെയ്യുക. ദി എലമെൻറ്റ്സ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓരോ എലമെൻസും കോമ ഇട്ടിട്ട് വേർതിരിച്ച് എഴുതണം. ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്ത് ബ്രേസസ്. ആ കേളി ബ്രാക്കറ്റ് വിത്ത് ഓപ്പണിങ്ങും ക്ലോസും ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ സെറ്റ് എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ഒന്നും കൂടി പറയാം. ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. ദി എലമെൻറ്റ്സ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമ ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. ഇതാണ് സെറ്റിൻ്റെ ഒരു റൂള്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻസ് ആർ നോട്ട് അലൗഡ്. എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റൂല എന്ന സെറ്റിത്തെ റൂള്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് വി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് അതൊരു സെറ്റാന്ന് നേരത്തെ പറഞ്ഞു, ഒരു എക്സാമ്പിൾ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാ സെറ്റിൽ ഓപ്പൺ കേളി ബ്രാക്കറ്റ് വി ഈസ് ഈക്വൽ ടു ഓപ്പൺ കേളി ബ്രാക്കറ്റ് എ കോമ ഇ ഐ കോമ ഇട്ട് എഴുതണം യു. അപ്പോൾ ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് സെറ്റ് എഴുതുക. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിളിൽ നോക്കാം. മാത്തമാറ്റിക് MATHETMATICS അത് മാത്തമാറ്റിക്സിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റിൽ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് കേളി ബ്രാക്കറ്റ് M, A, T, H, E, പിന്നെ നമുക്ക് M എഴുതേണ്ട ആവശ്യമില്ല. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡാണ്. E, I, C, S. ഇപ്പോൾ ഇതിൽ 2 M ഉണ്ട്, 2 T ഉണ്ട്, അത് ഒഴിവാകും. 2 A ഉണ്ട്. ഇപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് 3 എലമെൻറ്റ്സ് ഒഴിവായിട്ട് കുറഞ്ഞു വരും. ഇത്രയേ ഉള്ളൂ സെറ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സെറ്റ് നമുക്ക് എഴുതാം. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ബിൽഡർ ഫോം ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് പോസസ് a set single common property, which is not possessed by any elements outside the set. Outside this set, all the elements of the set possess a single common property which is not possessed by any element outside the set. Example എഴുതുമ്പോൾ കൂടുതൽ മനസ്സിലാവും. സെറ്റ് V is equal to bracket X such that X is a vowel in English alphabets. 2 ഡോട്ടാണ് സച്ച് ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. X is
vowel in English alphabet. Then close the curly bracket. നേരത്തെ നമ്മൾ ഒരു റോസ്റ്റർ ഫോം ചെയ്തിന് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ് ഇത്. നെക്സ്റ്റ് എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു curly bracket x belongs to x is an integer -4 less than x less than 9 ബ്രാക്കറ്റ് ക്ലോസ്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരൂ. ടാബുലാർ ആണോ സെറ്റ് ബിൽഡർ ഫോം ആണോ എന്ന് നിങ്ങൾ പറയണം. ബി ഈസ് ഈക്വൽ ടു curly bracket find set builder form or roster form. B is equal to bracket x such that x is a natural number less than less than 5 bracket closed. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, സി ഈസ് ഈക്വൽ ടു curly bracket x such that x is a 2-digit natural number such that sum of its digit is 2-digit natural number such that sum of its digit is 10. Close the curly bracket. Please. അടുത്ത എക്സാമ്പിൾ, ഇ ഈസ് ഈക്വൽ ടു 3 6 9 12. എഫ് ഈസ് ഈക്വൽ ടു 2 4 8 16 32. അടുത്ത ഐ ഈസ് ഈക്വൽ ടു open bracket 1 4 9 etc. to close 100 close the bracket. ഇതിൽ നിങ്ങൾ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും കണ്ടു വേർതിരിച്ചെഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് സെറ്റ്സ്. മൂന്നാമത്തത് എത്ര തരത്തിൽ സെറ്റ്സ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എം ടി സെറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എം ടി, കാലി, ഒന്നുമില്ല, നൾ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 5 എന്നാണ്. ഇതൊരു ഗ്രീക്ക് സിമ്പിളാണ് 5. അതിന് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. 3 പേരുണ്ട് എം ടി സെറ്റിന്. നൾ സെറ്റ്, വോയിഡ് സെറ്റ് ഓർ വോയിഡ് സെറ്റ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. സെറ്റ് which does not contain any elements is called the empty set. Example 5 or മറ്റേ ബ്രേസസ് ഇട്ടിട്ട് എലമെൻറ്റ്സ് ഒന്നും എഴുതണ്ട, അതിൽ കാലി ഒന്നും വേണ്ട. അങ്ങനെ എഴുതിയാൽ എം ടി സെറ്റ്സാണ്. ഉദാഹരണം എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് 6 ലെസ് ദാൻ 7 എക്സ് ഈസ് ആൻ നാച്ചുറൽ നമ്പർ. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 6നും 7നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 to അങ്ങോട്ട് പോകും. പക്ഷേ 6നും 7നും നാച്ചുറൽ നമ്പർ ഇല്ല. അപ്പോൾ ഉത്തരം 5 ഓർ പിന്നെ ബ്രാക്കറ്റ് ചെയ്തിട്ട് ഒന്നും എഴുതാണ്ടിരുന്നാൽ മതി. എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് x minus 1 into x minus 2 is equal to 0 bracket close. ഇതിൻ്റെ ഉത്തരം എന്താ? x minus 1 into x minus 2 equal to 0. ആ ചിഹ്നം ബിലോങ്സ് ടു ആണേ. x minus 2 into x minus 1 into equal to 0, x equal to 1 or 2. A is equal to open curly bracket 1 2.
close the curly bracket. It is a not a empty set. അടുത്തത് b is equal to bracket x such that x belongs to n and x square is equal to 4. Close the bracket. അപ്പോൾ x square is equal to 4. x is equal to plus or minus 2. അപ്പോൾ b is equal to minus 2, 2. അപ്പോൾ it is not a set, empty set. എംപ്റ്റി സെറ്റിൻ്റെ ഉദാഹരണമാണ് -2 +2 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അത് എംപ്റ്റി സെറ്റ് അല്ല. എംപ്റ്റി സെറ്റിൽ ഒരു എലമെൻസും ഇല്ലാത്തതിനാണ് എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് വൺ സി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n 2x - 1 = 0. 2x - 1 = 0. 2x is equal to 1. x equal to 1/2. അപ്പോൾ അതിലൊരു എലമെൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ എംപ്റ്റി സെറ്റ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റ് എങ്ങനെ ഫൈനൈറ്റ് ആണെന്ന് നോക്കാം. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ, ഫസ്റ്റ് ഫൈനൈറ്റ് സെറ്റ് നോക്കാം. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ definite number of elements which contains definite number of elements is called finite set. Is called finite set. Otherwise ഇൻഫൈനൈറ്റ് സെറ്റ്. ഇപ്പോൾ എന്ന് വെച്ചാൽ സെറ്റിൽ ഫൈനൈറ്റ് സെറ്റാണെന്ന് വെച്ചാൽ ഒരു കണക്ക് പ്രകാരം ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു സെറ്റിൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു ഓപ്പൺ കേളി ബ്രാക്കറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഓൾ നാച്ചുറൽ നമ്പർ ക്ലോസ് ദി കേളി ബ്രാക്കറ്റ് or braces. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് ഏതാ? എ ഈസ് ഈക്വൽ ടു ഓപ്പൺ കേളി ബ്രാക്കറ്റ് 1 2 3 4 5 ഫുൾ നാച്ചുറൽ നമ്പർ. അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അതിനാണ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അനന്തമായിട്ട് തീരുകയില്ല. അതിനാണ് ഇൻഫൈനൈറ്റ് എന്ന് പറയുക. ഇനി നമുക്ക് ഫൈനൈറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാം. സെറ്റ് ബി is equal to curly bracket x such that x belongs to n and 6 less than x less than 10 close the curly bracket. എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ 1 മുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 6ഉം 10ൻ്റെ അടുക്കുള്ള നാച്ചുറൽ നമ്പർ ദാറ്റ് ഈസ് 7 8 9. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7 8 9. പിന്നെ എത്ര ഉണ്ട്? എൻ ഓഫ് ബി എന്ന് വെച്ചാൽ 3 എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് ബി ഈസ് ഈക്വൽ ടു 3. എൻ ഓഫ് ബി മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് ബി. ഓക്കെ, ഇനി അടുത്തത് ഇത് ഫൈനൈറ്റ് സെറ്റിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഞാൻ കുറേ സെറ്റ് ഉദാഹരണമായിട്ട് തരും. അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടു ചെക്ക് ഗിവൺ സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ നോട്ട്. ഫസ്റ്റ് വൺ a is equal to curly bracket x such that x belongs to n and x minus 1 into x minus 2 equal to 0 into x minus 2 equal to 0 close the bracket. And b is equal to രണ്ടാമത്തെ സെറ്റ് curly bracket x such that x belongs to n
and x greater than 6. മൂന്നാമത്തെ c is equal to curly bracket x such that x belongs to n and 2x minus 1 equal to 0. അപ്പോൾ ഞാൻ 3 ABC തന്നിട്ടുണ്ട്. അതിൽ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. That is x minus 1 is equal to 0, x minus 2 is equal to 0, and answer x equal to 1 and x equal to 2. അപ്പോൾ 2 elements are. അപ്പോൾ that is finite. A is finite. Next one is B, x such that x belongs to n, x greater than 6. X greater than 6 means x belongs to n ആണ്, നാച്ചുറൽ നമ്പറാണ് എക്സ് വരുന്നത്. അപ്പോൾ എക്സ് ആറിന് കൂടുതലുള്ള എല്ലാ എലമെൻസും, ഇപ്പോൾ 7, 8, 9 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ഇപ്പോൾ ബി ഈസ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇപ്പോൾ നെക്സ്റ്റ് സി എന്ന് വെച്ചാൽ 2x minus 1 equal to 0. അപ്പോൾ 2x equal to 1, x equal to 1/2. That is finite. Next one is equal set. ഈക്വൽ സെറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഇതാ. If two set A and set B are said to be equal, if they have exactly the same element. എന്ന് വെച്ചാൽ 2 സെറ്റ്, അപ്പോൾ സെറ്റ് എ സെറ്റ് ബി എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സെറ്റ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈക്വൽ സെറ്റ്. അടുത്തതൊരു നോട്ടുണ്ട്. For two set to be equal, the order of the element need not be same. എന്ന് വെച്ചാൽ 2 സെറ്റ് ഈക്വൽ ആയാൽ മതി, ഓർഡർ സെയിം ആകണമെന്നില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈക്വൽ സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് സബ്സെറ്റ് ആൻഡ് സൂപ്പർസെറ്റ്. സബ്സെറ്റ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് of a set B if every element of A is also an element of B. If every element of A is also an element of B. സബ്സെറ്റ് എന്ന് വെച്ചാൽ ഈ 2 സെറ്റ് എയും ബിയും എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എയിലൊരു 3 എലമെൻറ്റ്, ബിയിൽ 4 എലമെൻറ്റ്. ബിയിലുള്ള അതേ എലമെൻറ്റ്സ് ആണ് എയിലുള്ളതാണെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഈ സബ്സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലോങ് സി. സി എന്ന് ഒരു ലോങ് സി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ എഴുതിയാൽ സബ്സെറ്റ് എന്ന് അർത്ഥം. അപ്പോൾ എയർ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. A is subset of B, but B is not subset of A. B യുടെ സബ്സെറ്റ് അല്ല, is not a subset of A. ൻ്റെ സബ്സെറ്റ് അല്ല. അടുത്ത് നോക്കാം. സബ്സെറ്റിൻ്റെ ഒരു നോട്ടുണ്ട്, അതൊന്ന് ഞാൻ പറയാം.
if സബ്സെറ്റിൻ്റെ ഒരു നോട്ട് ഉണ്ട്. ഇഫ് എവ്രി എലമെൻ്റ് ഓഫ് എ ഈസ് ഓൾവേസ് സബ്സെറ്റ് ഓഫ് എ. എ ഈസ് സബ്സെറ്റ് ഓഫ് എ. നേരത്തെ എക്സാമ്പിൾ എടുക്കാം. എ ഈസ് ഇക്വൽ 1 2 3 4. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് തന്നെ ലേയിലുണ്ടായിരിക്കും. അപ്പോൾ എ ഈസ് സബ്സെറ്റ് ഓഫ് എ. സെക്കൻഡ് വൺ, 5 ഈസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. 5 എന്ന് വെച്ചാൽ എം ടി സെറ്റ്. എം ടി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. ഈ രണ്ട് റൂളാണ് സബ്സെറ്റിൻ്റെ റൂള്. ഇനി നമുക്ക് സൂപ്പർ സെറ്റ് എന്താ നോക്കാം. സബ്സെറ്റ് നല്ലോണം മനസ്സിലായെങ്കിൽ സൂപ്പർ സെറ്റ് മനസ്സിലാവും. ഇപ്പോൾ സൂപ്പർ സെറ്റ് നമുക്ക് ഒരു എക്സാമ്പിളിൽ തുടങ്ങാം. ദെൻ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുക. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ക്ലോസ് ദി ബ്രാക്കറ്റ്. സെറ്റ് ബി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് 1 2 3 4 5. നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ബട്ട് ബി ഈസ് ഹിയർ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇപ്പോൾ സൂപ്പർ സെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? സൂപ്പർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു മാത്തമാറ്റിക്സിൽ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. എക്സാമ്പിൾ set q of a rational number, the set R of real numbers. q R തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സബ്സെറ്റാണെന്ന് പറയണോ? R q സബ്സെറ്റാണോ, q Rൻ്റെ സബ്സെറ്റാണോ? നമുക്കറിയാം എല്ലാത്തിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും R ഈസ് റിയൽ നമ്പർ. അപ്പോൾ ഇവിടെ q ഈസ് ഈക്വൽ q സബ്സെറ്റ് ഓഫ് R. നെക്സ്റ്റ് കുറച്ച് സബ്സെറ്റിൻ്റെ സൂപ്പർ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 1 2 3 1. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 3 5. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് ബിലോങ്സ് ബി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ക്ലോസ് ദി ബ്രാക്കറ്റ്. രണ്ടാമത്തെ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് എ ഇ ഐ ഒ യു. ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി. ക്ലോസ് ദി ബ്രാക്കറ്റ്. 3 സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4. സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. നേരത്തെ റൂൾ അനുസരിച്ചിട്ട് കൊമയും എല്ലാം വേർതിരിച്ച് ചെയ്തോണം സെറ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സെറ്റ് എയിൽ 3 എലമെൻറ്റാണ്. ഫസ്റ്റത്തെ ഒന്ന് സെറ്റ് എയിൽ 3 എലമെൻറ്റ്സാണ്. സെക്കൻഡ് ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആണ്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ ആയിരിക്കും 1 3 5. എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ഓൾസോ സബ്സെറ്റ് ഓഫ് എ. സെയിം ഈക്വൽ അല്ലേ?
ഇവിടെ ഈക്വൽ സെറ്റും കൂടി വരും, അത് എഴുതാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് പ്രോബ്ലം. AEIOU ഇംഗ്ലീഷ് വോവൽസ് ലെറ്റർ. B ഈസ് ഈക്വൽ ടു ABCD. പേരിലുള്ള എലമെൻറ്റ്സ് ബിയിലില്ല, ഫുള്ളും ഇല്ല. ഇപ്പോൾ A ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് B. നോട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്താൽ മതി, സീൻ്റെ നടുക്കൂട്ട. അപ്പോൾ അങ്ങനെയാണ് നോട്ട് സബ്സെറ്റ് എന്ന് എഴുതാം. ഹിയർ B ഈസ് ഓൾസോ നോട്ട് എ സബ്സെറ്റ് ഓഫ് A. ബിയിലെ എലമെൻറ്റ്സും ഇല്ല, അപ്പോൾ രണ്ടാമത്തത് ഒന്നുമല്ല. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാമല്ലോ. A is equal to 1 2 3 4. B is equal to 1 2 3 4 5 6. Here A is a subset of B. അപ്പോൾ B എന്താണ്? ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് A. ഒട്ടും കൂടിയുണ്ട്. നാച്ചുറൽ നമ്പർ ഈസ് സബ്സെറ്റ് ഓഫ് ഇൻറ്റീജർ. ഇൻറ്റീജർ ഈസ് സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ഈസ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. ഇപ്പോൾ എല്ലാത്തിൻ്റെ സബ്സെറ്റാണ് റിയൽ നമ്പർ. അത് ആലോചിച്ച് നോക്കാം. സി എന്നുള്ളത് ലോങ് സി എന്താ സബ്സെറ്റ്, N നാച്ചുറൽ നമ്പർ, Z ഇൻറ്റീജർ, Q റാഷണൽ നമ്പർ, R റിയൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ ഏതാണ്? 1 2 3 എക്സെട്ര ഇൻഫിനിറ്റി വരെ പോകും, അനന്തമായിട്ട് പോകും. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അനന്തമായിട്ട്. ഈ Z ഇൻറ്റീജർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റിന്ന് -2 -1 0 1 2 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. മൈനസ് ഇൻഫിനിറ്റിന്ന് പ്ലസ് ഇൻഫിനിറ്റി വരെ. Q എന്ന് വെച്ചാൽ റാഷണൽ നമ്പർ. ഇവിടെ P/Q Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. നെക്സ്റ്റ് ഇതിൽ -1/2 0 1/2 മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ പോകും. പക്ഷേ ഇതിലെ റാഷണൽ നമ്പർ വരും. റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ P/Q വേർ Q നോട്ട് ഈക്വൽ ടു 0 ഉൾപ്പെടും. പിന്നെ R എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ √3 പയ്യു മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ പോകും. ഇതിൽ √3 -√2 1 -1 0 π √3 എല്ലാം ഉൾപ്പെടും. ഇനി റിയൽ നമ്പേഴ്സ് എന്ന് പറയും. അടുത്ത സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. എസ് സിംഗിൾട്ടൺ എന്നാണ്, എസ് അധികമായി പോയതാണ്, സോറി. ഇഫ് എ സെറ്റ് ഡെഫിനിഷൻ നോക്കുക. ഇഫ് എ സെറ്റ് എ ഹാസ് ഓൺലി വൺ എലമെൻറ്റ് they said to be singleton set. സെറ്റ് ഒരു സെറ്റിൽ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിന് സിംഗിൾട്ടൺ സെറ്റ് എന്നാ പറയാം. സെറ്റ് A is equal to small letter A, then A is a singleton set. A is equal to set A is equal to curly bracket x such that x belongs to n and x minus 1 into x minus 2 equal to 0. Close the bracket. X equal to 1 and x equal to 2. നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഇത് സിംഗിൾട്ടൺ ആണോ അല്ലയോ? അല്ല, നോട്ട് എ സിംഗിൾട്ടൺ. രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. സിംഗിൾട്ടണിൽ ഒറ്റോന്നേ പറ്റൂ, രണ്ടുണ്ടായാൽ നോട്ട് എ സിംഗിൾട്ടൺ. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് പവർ സെറ്റ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പവർ. ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ നമുക്ക്. The collection of all subset of a set A is called power set. That means ഒരു സെറ്റിലെ എല്ലാ എലമെൻസിൻ്റെയും കളക്ഷനെയാണ് പവർ സെറ്റ് എന്ന് പറയാം. ഉദാഹരണം എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം വ്യക്തമാകും. എക്സാമ്പിൾ
സെറ്റ് 1 A is equal to 1 2 രണ്ട് എലമെൻറ്റ്സ് എഴുതി. അപ്പോൾ അതിൻ്റെ പവർ സെറ്റ് ഏതാണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും 5 ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ ഒന്നും എഴുതാണ്ടെന്നാൽ മതി. സെക്കൻഡ് വൺ ഈസ് സെറ്റ് 1 ബ്രാക്കറ്റ് 2 1 2. ഇതാണ് പവർ സെറ്റ്. 1 2ൻ്റെ പവർ സെറ്റാണ് ഇത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. 1 2 3. ഇപ്പോൾ ഇതിൻ്റെ പവർ സെറ്റ് എത്ര ഉണ്ടാവും? ഫസ്റ്റ് 5 ഉണ്ടാവും, അല്ലെങ്കിൽ എം ടി സെറ്റ് ഉണ്ടാവും. പിന്നെ രണ്ടാമത് 1 സെറ്റ് 1 ബ്രാക്കറ്റ് 1 കേളി ബ്രാക്കറ്റ് 2 കേളി ബ്രാക്കറ്റ് 3. പിന്നെ 1 2 കേളി ബ്രാക്കറ്റ് 1 2 കേളി ബ്രാക്കറ്റ് 2 3 കേളി ബ്രാക്കറ്റ് 1 2 3 കേളി ബ്രാക്കറ്റ് 1 3. പൊട്ടാകെ എത്ര എലമെൻറ്റ്സ് അതിൽ? 3 എലമെൻറ്റ്സിൻ്റെ പവർ സെറ്റ് ഇവിടെ 8 ഇതുണ്ട്. 8 പവർ സെറ്റ് കിട്ടുന്നുണ്ട്. 2 ആകുമ്പോൾ 4 കിട്ടുന്നത്. ഇപ്പം ഇതെന്തോ ഒരു ഇത് ആകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് 2ൻ്റെ പവറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ടു എലമെൻറ്റ്സ് ആകുമ്പോൾ 4 ഇത് കിട്ടും. 3 ആകുമ്പോൾ 8 കിട്ടും. ഇറ്റ് ഈസ് ഒരു നോട്ട് ചെയ്തിരിക്കും പവർ സെറ്റ് നോട്ട്. ഇഫ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എ ഈസ് ഈക്വൽ ടു m, നമ്പർ ഓഫ് പവർ സെറ്റ് ഈസ് ഈക്വൽ ടു 2 raised to m. അപ്പോൾ മനസ്സിലായോ? ഇത് 2ൻ്റെ പവറാണ് പവർ സെറ്റ് കിട്ടുക. ഫസ്റ്റത്തെ 2 എലമെൻറ്റ്സാണ്. ഇപ്പോൾ 2 raised to 1 2 raised to 2 ആൻസർ ഈസ് 4. അപ്പോൾ 4 പവർ സെറ്റ് കിട്ടും. രണ്ടാമത്തെ 3 എലമെൻറ്റ്സാണ്. ഇപ്പോൾ 2 raised to നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ സെറ്റ്. ലാസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ സെറ്റ്. നമുക്കറിയാം പ്ലാനറ്റ്സ്, സൺ, സ്റ്റാർ ഇതെല്ലാം ഒരു യൂണിവേഴ്സിൻ്റെ ഉള്ളിലുള്ള. അതേപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റാണ് വലിയ സെറ്റ്. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ എലമെൻറ്റ്സ് ഓഫ് എ പ്രോബ്ലം അണ്ടർ കൺസിഡറേഷൻ ഈസ് യൂണിവേഴ്സൽ സെറ്റ്. under consideration is universal set. Universal set. ഇപ്പോൾ എല്ലാത്തിൻ്റെയും വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ യു. അടുത്തതിന് വെൻ ഡയഗ്രാം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.